മോർച്ച എന്നാൽ വെറും മോർച്ചറി കേസുകളാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. ഒരു സമരത്തിന്റെ ദൃശ്യം കാട്ടിത്തരാം. നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ യുവമോർച്ചയുടെ വികാരം പൊട്ടിയുണർന്ന സമയമാണ്. ആ പൊട്ടി ഒലിച്ചുള്ള അവരുടെ സമര ആവേശം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമുണ്ട്. ഇക്കഴിഞ്ഞ മാസത്തിലാണ് ഈ നാട്ടിലെ 17 ലക്ഷം കുട്ടികളുടെ ഭാവി ജീവിതം അവതാളത്തിലാക്കിക്കൊണ്ട് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായത്. അപ്പോഴും നമ്മുടെ ശവമോർച്ച ഈ നാട്ടിൽ ഉണ്ടായിരുന്നു. അനക്കോ ഇല്ല, ആവിയില്ല, ചത്തതുപോലെ കിടക്കുകയായിരുന്നു. CBSE +2 പരീക്ഷാ റിസൾട്ട് അടിമുടി പാകപ്പിഴയോടുകൂടിയുള്ള മൂല്യനിർണയം. 12ഓളം കുട്ടികൾ രാജ്യത്ത് ആത്മഹത്യ ചെയ്തു. രണ്ടിലുമായിട്ട് 32-ലേറെ കുട്ടികൾ കേന്ദ്രഭരണം നടത്തുന്നവരുടെ ഗുരുതരമായ വീഴ്ചയെ തുടർന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആ സന്ദർഭങ്ങളിലെല്ലാം യുവമോർച്ച അഥവാ മോർച്ചറി കേസുകൾ ഈ നാട്ടിൽ ജീവിച്ചിരിപ്പേ ഇല്ലായിരുന്നു. അവർ യഥാർത്ഥത്തിൽ മോർച്ചറിക്കുള്ളിലുള്ള വ്യക്തികളെ പോലുള്ള അതേ അവസ്ഥയായിരുന്നു. സമരം കണ്ടിട്ട് ഉദ്യോഗസ്ഥന്റെ മുഖഭാവം കൂടി നിങ്ങൾ നോക്കണം. ചിരി അടക്കാൻ പറ്റുന്നില്ല. ഈ രാജ്യത്തെ 50 ലക്ഷത്തിലേറെ കുട്ടികളുടെ ജീവിതം വഴിയാധാരമാക്കി അവരുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല പഠനം അതിനെ മുഴുവൻ അവതാളത്തിലാക്കിയവർ ഇങ്ങനെ ചോദ്യപേപ്പർ ചോർച്ച എന്ന പേരിൽ സമരത്തിനിറങ്ങുമ്പോൾ എന്താണ് നാട് വിളിക്കേണ്ടത്? അത് രാഷ്ട്രീയമാണെന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ, ഈ രാഷ്ട്രീയമൊക്കെ കളിക്കുമ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ, ഈ പറയുന്ന നീറ്റ് പരീക്ഷയുടെ, CBSE പരീക്ഷയുടെ, മറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലെ പരീക്ഷകളെല്ലാം കുത്തഴിഞ്ഞ് അവതാളത്തിലാകുന്ന അവസ്ഥയിലെത്തി കുട്ടികൾ തന്നെ പരസ്യമായി പ്രതിഷേധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ അവിടങ്ങളിലൊന്നും ഒരു അഭിപ്രായവും പറയാതെ ശാഖ അടിമകളെ പോലെ സ്വന്തം വീട്ടിലെ കുട്ടികളുടെ ഭാവി നശിച്ചിട്ടും ജയ് ജയ് യുവമോർച്ചറി എന്ന് വിളിക്കുന്ന അതേ ടീംസുകൾ ഇങ്ങനെ ഒരു സമരത്തിൽ ഇറങ്ങുമ്പോൾ അതിന് എന്ത് ആത്മാർത്ഥതയാണ് ഉള്ളതെന്ന് നാട്ടുകാർ ആലോചിക്കട്ടെ. ഈ കാട്ടുന്നത് ക്യാമറ ഷോയ്ക്ക് വേണ്ടി ഒരു കൊടിയുമായിട്ട് വന്നിട്ട് PSC ഓഫീസിൽ സമരം നടത്തി എന്നുള്ളൊരു ക്യാമറ ഫോട്ടോഷൂട്ടിലാണ്. അതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് നിലകൊണ്ടതെങ്കിൽ, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് നിലകൊണ്ടതെങ്കിൽ, ജന്തർ മന്ദറിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി രാഷ്ട്രീയ ഭേദമന്യേ കുറെ യുവത്വങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്. അതൊന്നും യുവ മോർച്ചറിക്കാരുടെ കണ്ണിൽ പെടുന്നതേയില്ല. അപ്പോ എന്താണ് ഇവരുടെ ഉദ്ദേശം? ചില വിഷയങ്ങളിൽ ഞങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്, മോർച്ചറിയിലല്ല എന്ന് കാട്ടാൻ വേണ്ടി പുറത്തിറങ്ങി വരുന്ന ഇമാതിരി ടീംസിനെ നാടൊന്ന് നോട്ട് ചെയ്തിരിക്കണം. അവസരത്തിനൊത്ത് പുറത്തു വരിക എന്ന് പറഞ്ഞാൽ ആ വിഷയത്തോടുള്ള ആത്മാർത്ഥതയല്ല, ഞങ്ങളുടെ ഭാവി എങ്ങനെ ശോഭനമാക്കാൻ ഞങ്ങൾ ഇവിടെയൊക്കെ സമരം ചെയ്യുന്നുണ്ടെന്ന് ക്യാമറകൾക്ക് മുന്നിൽ കാണിക്കാൻ വേണ്ടി മാത്രമാണെന്ന് നാട്ടുകാർ ഒന്ന് തിരിച്ചറിയണം.